ചിതറിത്തെറിച്ച മൃതദേഹങ്ങൾക്കിടയിൽ ഉറ്റവരെ തേടേണ്ടി വരിക എന്നതിനേക്കാൾ വലിയ നിസ്സഹായാവസ്ഥ മനുഷ്യന് ഒരു ജന്മം ഉണ്ടാകാനില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തൃശൂർ കടന്നുപോകുന്നത്. തുടർച്ചയായി സ്ഫോടന ശബ്ദങ്ങൾ അവിടെ കേട്ടു എന്നുള്ളത് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അല്പം മുമ്പ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായി എന്നുള്ളത് വലിയ പ്രതീക്ഷയായി, ആശ്വാസമായി പങ്കുവച്ചിരുന്നു. പക്ഷേ അല്പം മുമ്പ് വീണ്ടും ഒരു ശബ്ദം കേട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട്. അതൊരു ചെറിയ ശബ്ദമാണ്, ചെറിയ സ്ഫോടന ശബ്ദമായിരുന്നു എന്നുള്ളതാണ് ഷാരിഖ് നവാസ് അവിടെ നിന്ന് അറിയിക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിവാക്കാനായത് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ നിലയിൽ ആളുകളുടെ ജീവൻ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകില്ല എന്നതിനെ ഉറപ്പാക്കാനായി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ആശങ്കകൾ വേണ്ട. പക്ഷേ എങ്കിൽ പോലും അവിടെ വീണ്ടും സ്ഫോടന ശബ്ദം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പുതിയ വിവരങ്ങളായി വരുന്നുണ്ട്. പലയിടത്തും ഇപ്പോഴും ഈ പടക്കമൊക്കെ ഉണ്ട്. അല്പം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതും അവിടെ അങ്ങനെ ഒരു ഭാഗത്ത് കൂടിക്കിടന്ന പൂത്തിരി കത്തിയതായിരുന്നു. അവിടെ നിന്ന് വീണ്ടും തീ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ വലിയ മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവിടെ എത്തിയിട്ടുള്ള, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് സംഘം അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ഇത് മനുഷ്യൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, അതിനപ്പുറത്തേക്കുള്ള പരിധികളിലുള്ള കാര്യമാണ്. അപ്പോൾ ആ നിലയിലുള്ള അപകടം ഇപ്പോഴും അവിടെയുണ്ട്. പക്ഷേ അത് മുൻകരുതലായി തന്നെ ആ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തി രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അപകടത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ അവിടേക്ക് കടക്കാൻ പോലും ആകാത്ത നിലയിൽ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു. വലിയ തീ അവിടെ ആളിപ്പടർന്നിരുന്നു. അല്പം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അല്പസമയം മുൻപ് അവിടെ നടന്ന ആ പൊട്ടിത്തെറിയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഷാരിഖ് നവാസിലേക്ക് പോകാം. ഷാരിഖ്, നമ്മൾ മുൻപ് സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്നു അങ്ങനെയുള്ളൊരു സാധ്യത അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ആളുകളെയൊക്കെ പ്രദേശത്ത് നിന്നും പൂർണ്ണമായും മാറ്റാനായി എന്നുള്ളതായിരുന്നു ആശ്വാസം. പക്ഷേ ഇപ്പോൾ ഈ പൊട്ടിത്തെറി നടന്ന പ്രദേശത്ത് ചില ആളുകളെയൊക്കെ കാണുന്നുണ്ടല്ലോ. അസിത, വീണ്ടും ഒരു ചെറിയൊരു പടക്കമാണ് പൊട്ടിയത്. വീണ്ടും അത്തരത്തിൽ പടക്കങ്ങൾ വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ആശങ്ക പരത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ അഗ്നിരക്ഷാ സേനാ സംഘവും മറ്റു എല്ലാ ആളുകളും ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം മറ്റു തിരച്ചിലുകളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം അവിടെ വീണ്ടും പടക്കം പൊട്ടുന്നത് എന്ന് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വീണ്ടും ഒരു ചെറിയ തോതിലുള്ള ഒരു പടക്കം പൊട്ടി, അത് അത്തരത്തിൽ ആ ശബ്ദമുണ്ടായി. അപ്പോൾ വീണ്ടും എല്ലാവരും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ളതാണോ ഷാരിഖ് പറഞ്ഞത്? തൃശ്ശൂർ സിറ്റി പോലീസ് അതെ. കാരണം ഈ വീണ്ടും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അത്തരത്തിൽ അപ്പോൾ ഇവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റുന്ന ഒരു ശ്രമത്തിലാണ് പോലീസ്. കാരണം വീണ്ടും പടക്കം പൊട്ടുന്നു. അത്തരത്തിൽ അവർക്ക് തീ നിയന്ത്രണമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ ഇടയിൽ പടക്കം എവിടെ കടക്കുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടെത്താൻ കഴിയുന്നില്ല. അത്തരത്തിൽ പടക്കങ്ങൾ വീണ്ടും പൊട്ടുന്നത് എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ അഗ്നിരക്ഷാ സേന അവർ പോലും അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഒരു ശ്രമം നടത്തുന്നത്. എന്നാലും അവരുടെ ജീവൻ കൂടെ അവിടെയും രക്ഷാപ്രവർത്തനം നടത്തുന്നതും മനുഷ്യരാണ്. അപ്പോൾ ആ നിലയിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൂടി വേണ്ടതുണ്ട്. ആദ്യ മണിക്കൂറിൽ രക്ഷാദൗത്യ സംഘത്തിന് അവിടെ കടക്കാൻ പോലും ആകാതിരുന്നതും അതിന്റെ വ്യാപ്തി അത്രമേൽ വലുതായതുകൊണ്ട് തന്നെയാണ്. ഷാരിഖ് ഇപ്പോൾ ഒടുവിൽ നൽകിയ വിവരം അനുസരിച്ച് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി കുറച്ച് സമയത്തേക്ക് അവിടെ നിർത്തിവെച്ചിട്ടുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന പ്രദേശത്ത് തന്നെ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായ സാഹചര്യത്തിലാണ്. ഒരു പ്രതികരണമാണെന്ന് തോന്നുന്നു, അതൊന്ന് കേൾക്കാം. ഇപ്പോൾ ഇൻക്വസ്റ്റിന് വേണ്ടിയുള്ള പരിശോധനകൾ പൂർത്തിയാക്കണമല്ലോ. അതുപോലെ തന്നെ ബോധമുള്ള പേഷ്യൻസിനെ ആ രീതിയിൽ തീ പൊള്ളിയവരെ കണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരാൾ വെന്റിലേറ്ററിലാണ്. പിന്നെ ബേൺസ് ICUവിൽ കുറച്ച് പേരുണ്ട്. മിക്കവാറും 70, 60, 65% തന്നെ പൊള്ളൽ ഏറ്റവർ കൂടിയുണ്ട്. ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മിനിസ്റ്റേഴ്സൊക്കെ അങ്ങനത്തെ വരുന്നുണ്ട്. തൃശ്ശൂർ പൂരാണെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവപൂർവ്വമുള്ള ആലോചനകൾ നടക്കും. എല്ലാ മന്ത്രിമാരും ഇങ്ങോട്ട് പുറപ്പെടും. ഗ്യാസ് മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ എത്തും. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. നേരത്തെ വിളിച്ചത് രാജീവ് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ രാജ മിനിസ്റ്റർ, എല്ലാവരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പടക്കം പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പടക്കം പൊട്ടല്ല, സ്പാർക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ വെള്ളം തെളിച്ച് കെടുത്തിയതിന് ശേഷം ഒരു സ്ഥലത്ത് ഇപ്പോൾ സ്പാർക്ക് ചെയ്തു. അപ്പോൾ അത് കുറേ കൂടി ജാഗ്രതരൂപരാകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാഗ്രത വളരെ അനിവാര്യമാണല്ലോ. നമ്മളെല്ലാവരും കൂടി വെടിക്കെട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്കറിയില്ലല്ലോ.
അസിത, ഇപ്പോൾ അതായത് MLA പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പടക്കമായതുകൊണ്ട് അവർക്കും ഒരു അതായത് ഇത് പറയാൻ കഴിയില്ല എത്തരത്തിൽ പൊട്ടുമെന്നോ, ഇത്തരത്തിൽ എല്ലാവരുടെയും ജീവൻ വിലയുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോൾ തൽക്കാലമായി ആ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു മറ്റു പ്രവൃത്തികളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കണം. കാരണം എല്ലാവരുടെ ജീവൻ അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.